ഗോങ് അടുത്ത ദിവസം ഗെയിം സെൻറ്ററിലേക്ക് എത്തുന്ന സമയത്താണ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വീഡിയോ കാണുന്നത്. അവിടെ പ്ലേയേഴ്സിനൊക്കെ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലാണ് ആരോ എടുത്തിരിക്കുന്ന ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയെ പറ്റിയും ഒരു തെറ്റായ ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഹൂഷുവിനെയും സാവോയെയും കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും ഏതോ NPCക്കൊപ്പം ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് മറ്റേ ദേഷ്യപ്പെട്ടു എന്ന രീതിയിലാണ് ആളുകൾക്കിടയിൽ ഈ ന്യൂസ് സ്പ്രെഡ് ആയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് അസ്വസ്ഥനായിട്ടാണ് ഗോങ് പ്ലേയേഴ്സൊക്കെ ഇരിക്കുന്ന റൂമിനടുത്തേക്ക് ചെന്നത്. അപ്പോഴാണ് അകത്ത് നിന്ന് അവർ തമ്മിൽ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് അവൻ കേട്ടത്. പുറത്ത് നിന്നുകൊണ്ട് തന്നെ അവനത് ശ്രദ്ധിക്കുന്നു. ഹൂഷുവിനെയും സാഹോയെയും ഒക്കെ പറ്റി പറയുന്ന കൂട്ടത്തിൽ തന്നെ അവർ ഷീവിനെ കുറിച്ചും പറയുന്നുണ്ട്. അവനിപ്പോൾ പുതിയൊരു ഐഡൻറ്റിറ്റി കിട്ടിയിരിക്കുകയാണല്ലോ. ഗോങ്ങിനെ കൂടാതെ അവനെ തങ്ങളുടെ ബോസ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ബോസ് എന്ന് വിളിച്ചാലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കൂട്ടത്തിൽ അവൻ്റെ കയ്യിലേക്ക് പ്രതിമ വീണതും കൈക്ക് പരിക്ക് പറ്റിയതിനെക്കുറിച്ചും അവർ പറയുന്നു. അത് കേട്ടതോടെ ഗോങ് അകത്തേക്ക് ഇടിച്ച് കയറി ചെല്ലുന്നുണ്ട്. കാരണം ഷീവിനെ പരിക്ക് പറ്റിയതിനെ പറ്റി അവൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല. വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞപ്പോഴാണ് അവൻ ആശ്വാസമാകുന്നത്. അവനെ കണ്ടപ്പോൾ ആ വീഡിയോയുടെ കാര്യമൊക്കെ അവർ അവനോടും സംസാരിക്കുന്നു. ശരിക്കുള്ള CCTV വിഷ്വൽസ് റിക്കവർ ചെയ്തിട്ട് അത് ആ ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുത്താൽ എല്ലാവരെയും തെറ്റിദ്ധാരണ മാറും. അങ്ങനെ ഈ വിഷയം പരിഹരിക്കാൻ പറ്റും എന്ന് ആരൊക്കെയോ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഗോങ് അതിലത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. മാത്രമല്ല ആരും ശിവനെ സെക്കൻഡ് ബോസ് എന്ന് വിളിക്കരുത്. ഇതുവരെ എങ്ങനെയാണോ അവനെ കണ്ടിരുന്നത് അതേപോലെ തന്നെ ഇനിയും അവനോട് പെരുമാറാവുള്ളൂ. ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റും നൽകാൻ പാടില്ല എന്നും അവൻ പ്രത്യേകം എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ നൽകുന്നു. CCTV ഫുട്ടേജ് തനിക്ക് കാണുന്നതിന് വേണ്ടി ഒന്ന് എടുത്തുകൊണ്ട് വരാനും അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഷിയു എങ്ങനെയാണ് ഹൂഷുവിനെ രക്ഷിച്ചതെന്ന് അറിയാനായിരുന്നു അവൻ ഇത്ര ആകാംക്ഷ. അങ്ങനെ എല്ലാവരും കൂടി ആ CCTV ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന അനുസരിച്ച് ഹൂഷുവും സാഹോയും ജിങ്ഷിൻ്റെ ലവേഴ്സാണ്. അതിലൊരാൾ വൈഫും മറ്റേ മിസ്ട്രസ്സുമാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഇത് ലവ് ട്രയാങ്കിളാണ് എന്നൊക്കെയാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യം അതല്ല. ഹൂഷുവും സാഹോയും കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സാണ്. എനിക്ക് അവരെ നേരിട്ട് അറിയാമെന്ന് മറ്റേ ജനറൽ ഷിന്നായി വേഷമിടുന്ന ആൾ പറയുന്നുണ്ട്. അയാൾക്ക് സാവോയും സാവോയുടെ ഹസ്ബൻഡിനെയും അല്ലാതെ പരിചയമുണ്ടല്ലോ. ഇവർ രണ്ടുപേരും ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണ്. എന്നിട്ടും അവർ മുന്നോട്ട് വന്ന് സത്യാവസ്ഥ പറയാത്ത എന്താണെന്നും അവർ സംശയിക്കുന്നുണ്ട്. ഈ ജിങ്ഷിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വേറെ പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്താലോ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ജിങ്ഷിനാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ മാനേജർ എന്ന് ഗോങ്ങിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് ശരിയാവില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ദിവസവും ഇവിടെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് മാറിപ്പോയിക്കോളും. ഈ പ്രശ്നം തനിയെ അടങ്ങിക്കോളും. തൽക്കാലം കൂടുതൽ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നു. സാഹോയുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങുന്നതിനെ പറ്റി ആരോ പറയുന്നുണ്ടെങ്കിലും അവളുടെ നേച്ചർ കണ്ടിട്ട് അവളോട് സംസാരിക്കാൻ പോയാൽ ഞാൻ കുഴപ്പത്തിലാവാനാണ് സാധ്യത. എന്തിനാണ് വെറുതെ പുതിയ പ്രശ്നങ്ങളിൽ പോയി പുടിവാലി പിടിക്കുന്നതെന്ന് ഗോങ് പറയുന്നു. ഈ സമയത്ത് അവനെ മീറ്റ് ചെയ്യാനായി സാഹു അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. പുറത്തെത്തിയിരുന്ന അവൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവൾ നേരെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നിട്ട് ഞാൻ അത്ര കുഴപ്പക്കാരിയൊന്നുമല്ല, നിയമം അനുസരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം നൽകാൻ തന്നെ തയ്യാറാവുന്നുണ്ട്. ഷിയു ഓഫീസിലെത്തിയപ്പോൾ തന്നെ അവനൊരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. വലത് കൈക്ക് സുഖമില്ലാതിരുന്നുകൊണ്ട് ഇടത്ത കൈ കൊണ്ടാണ് അവൻ സൈൻ ചെയ്തത്. ഹൂഷു വണ്ടിയുടെ കീ തിരികെ അവന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നീ തന്നെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവിടേണ്ടി വരും. അതുകൊണ്ട് കീ നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ അവൻ പറയുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് അവളുടെ സീറ്റിനടുത്തേക്ക് ചെന്നത്. അവളിങ്ങനെ കാറിൻ്റെ കീയും കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട സൂൺ അവൾ പുതിയ കാർ വാങ്ങിയോന്ന് അന്വേഷിക്കുന്നു. പുതിയ കാർ വാങ്ങിയതൊന്നുമല്ല, കുറച്ച് ദിവസത്തേക്ക് പാർട്ട് ടൈമായിട്ട് ഡ്രൈവറുടെ ജോലി കിട്ടിയിട്ടുണ്ട്, ആ വണ്ടിയാണിതെന്ന് പറഞ്ഞ് അവൾ തൽക്കാലം ഒഴിഞ്ഞു മാറുന്നു. അന്ന് വൈകിട്ട് ഹൂഷു ജോലി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോൾ സാവോ കഫേ അടച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ നേരത്തെ അടയ്ക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഹൂഷു അവളെ വിളിക്കുന്നു. ഇന്ന് ബിസിനസ് അത്ര നല്ല രീതിയിലൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നേരത്തേക്ക് പോന്നു എന്നൊക്കെയാണ് സാവോ പറഞ്ഞത്. അവൾ ഈ ഡോറ് തുറന്നുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഫോണും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ജിങ്ഷിൻ അവളുടെ പിറകിലായി എത്തുന്നു. ഗ്ലാസ്സിലൂടെ അവനെ കണ്ട് ഹൂഷു ഫോൺ കട്ട് ചെയ്തിട്ട് അയാളോട് സംസാരിക്കുന്നു. അയാളുടെ നിർബന്ധം കാരണം അവൾക്ക് ഡോറ് തുറന്ന് അയാളെ അകത്തേക്ക് ക്ഷണിക്കേണ്ടി വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ മാനേജറാണല്ലോ അയാളിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ കഫേയും അയാളുടെ കൺട്രോളിൽ വരുന്നതാണ്. ഹൂഷു അവിടെയാണ് താമസിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ പേരിൽ അവളുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയാനാണ് അയാൾ വന്നിരിക്കുന്നത്. ഈ കഫേ സാവോയ്ക്ക് റെൻറ്റ് നൽകിയിരിക്കുന്നത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. റെസിഡൻഷ്യൽ പർപ്പസിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. 1-2 ദിവസത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് നീ ഇവിടെ താമസിക്കുകയാണെന്ന് ഇവിടുത്തെ എൻട്രി എക്സിറ്റ് റെക്കോർഡ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിനെതിരായി എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും എന്ന് അയാളൊരു ഭീഷണി പോലെ പറയുന്നു. കൂട്ടത്തിൽ അവൾ തനിക്കൊപ്പം അന്ന് ഡ്രിങ്ക്സ് കഴിക്കാൻ പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ തയ്യാറാണ് എന്നും അയാൾ പറയുന്നുണ്ട്. പക്ഷേ അയാളുടെ വൃത്തികെട്ട സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ഹൂഷു ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്ന് താമസം മാറിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. എന്നിട്ടും അയാൾ പോകാൻ തയ്യാറാവാതെ അവിടെ നിന്നപ്പോൾ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തേണ്ടി വരുന്നു. അതോടെ അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഇത് കാരണം ഹൂഷു ആകെ പ്രശ്നത്തിലാവുന്നു. അവൾക്ക് ഇനി അധിക ദിവസം അവിടെ താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഒരു ഡോക്യുമെൻ്റ് സൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി ഷിയോൻ്റെ അടുത്തേക്ക് പോയ സമയത്ത്
അവനോട് ഇതിനെപ്പറ്റി അവൾ സംസാരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും അവിടെ നിന്ന് താമസം മാറേണ്ട ആവശ്യമാണ് എന്നൊന്നുമല്ല അവൾ പറഞ്ഞത്. മറിച്ച് 3 മാസത്തേക്കായിരുന്നല്ലോ അവൻ അവളുടെ വീട് റെൻറ്റിനെടുത്തത്. ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായിരിക്കുന്നു. ഈ പുതിയതായി ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടായിരുന്നു അവൻ അവിടെ വന്ന് താമസിച്ചത്. പ്രോജക്റ്റ് ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന് നേരത്തെ താമസം മതിയാക്കാൻ പറ്റുമോ എന്നാണ് അവൾ അന്വേഷിച്ചത്. പക്ഷേ ഷിയോ അതിന് തയ്യാറായിരുന്നില്ല. 3 മാസത്തേക്കാണ് പറഞ്ഞിരുന്നെങ്കിലും വേണമെങ്കിൽ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് കരാറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഉടനെ മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവൻ പറയുന്നു. അതോടെ ഹോഷു ആകെ പ്രതിസന്ധിയിലാവുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ കൂടി അങ്ങോട്ടേക്ക് വന്ന് താമസിച്ചോട്ടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇങ്ങനെ രാവിലെ വൈകിട്ടും അവനെ കൊണ്ടുവിടുന്നത് ഒരു ജോലി ഭാരം പോലെ ആയതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നതെന്നാണ് അവൾ പറഞ്ഞത്. എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു കുഴപ്പം വന്നത് ആര് കാരണമാണെന്ന് മറന്നു പോകരുതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. അതോടെ അവൾക്ക് ഉത്തരം മുട്ടുന്നുണ്ട്. ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് അവൾ പറയാത്തത് കൊണ്ട് തന്നെ ശിവനത് മനസ്സിലാവുന്നില്ല. അവൻ അവളുടെ കണ്ടീഷൻ അംഗീകരിക്കാൻ തയ്യാറാവുന്നതുമില്ല. അങ്ങനെ ഹോഷുവിന് നിരാശയും അടങ്ങേണ്ടി വരുന്നു. ഗെയിം സെൻറ്ററിൽ നടന്ന ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സാവോയ്ക്ക് നല്ല പ്രഷർ ഉണ്ടെങ്കിലും അവൾക്ക് ഇതാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. വാങ് ഒരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയായതിനാൽ അവനുമായി ഇതൊന്നും പറയാൻ അവൾക്ക് ടൈം കിട്ടുന്നില്ല. അവന് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ അവന് നോക്കിയിട്ട് പോലുമില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു അവനവിടെ. കോൺഫറൻസ് കഴിഞ്ഞ ശേഷമാണ് അവൻ ഫോൺ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ അവളുടെ മെസ്സേജ് കാണുന്നു. പക്ഷെ ആ സമയത്ത് അവൻ്റെ ഒരു കോളേജ് മേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നതിനാൽ അവൻ അപ്പോൾ അവളെ വിളിക്കാൻ പറ്റുന്നില്ല. അവർ പഴയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ കോളേജിൽ തന്നെ ജൂനിയറായി പഠിച്ച ചിഷിൻ എന്ന പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വാങ്ങിന് അവളെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലാവുന്നില്ല. മറ്റേ ആൾ പരിചയപ്പെടുത്തിയപ്പോഴാണ് ആളെ മനസ്സിലാവുന്നത്. അവർ ഒരുമിച്ച് പല കോമൺ ക്ലാസ്സുകളിലും ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സൗഹൃദം പുതുക്കുന്നുണ്ട്. ചിഷിൻ അവൻ്റെ ഇപ്പോഴത്തെ കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിലും അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സാവോയുടെ കോൾ അവൻ്റെ ഫോണിലേക്ക് വരുന്നതിനാൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ മറ്റങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. തിരക്ക് കാരണം മെസ്സേജ് നോക്കാനൊന്നും ടൈം കിട്ടാത്തതിനെ പറ്റി വാങ് സാവോയോട് പറയുന്നുണ്ട്. അതേപോലെ കോൺഫറൻസ് കഴിഞ്ഞതേ ഉള്ളൂ എന്നും പഴയ സുഹൃത്തുക്കളെ മീറ്റ് ചെയ്ത കാര്യവുമൊക്കെ അവൻ പറയുന്നുണ്ട്. ഈ സമയത്തൊന്നും സാവോയ്ക്ക് തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അവനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഷീവിന് അന്ന് ഗോങ് സ്ഥലത്തില്ലാത്തതിനാൽ ഇൻഡസ്ട്രിയൽ പാർക്കുമായി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് നേരിട്ട് പോവേണ്ടി വരുന്നുണ്ട്. സൈൻ ചെയ്ത ശേഷം അവർ രണ്ടുപേരും കൂടി സാവോയുടെ കഫേയിലേക്ക് വരുന്നു. ആ സമയത്ത് സാവോ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരാൾ താമസമുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഗെയിം സെൻറ്ററിലെ സ്റ്റാഫിൻ്റെ അക്കോമഡേഷനെ പറ്റിയൊക്കെ മറ്റേ ആൾ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ അയാൾ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ തിരക്കുന്നത് കേട്ടപ്പോൾ അവിടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവണമെന്ന് ഷീവിന് മനസ്സിലാവുന്നു. അവൻ റൂം മാറാൻ ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉഷു മറ്റൊരു സ്ഥലം തരപ്പെടുത്താനുള്ള തിരക്കിലാണ്. നേരത്തെ അവന് റൂം അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ ഡീലർ തന്നെയാണ് ഇപ്പോൾ അവൾക്കൊപ്പം ഉള്ളത്. പക്ഷെ അവൾക്ക് 1 മാസത്തേക്കാണ് റൂം ആവശ്യം. വളരെ കുറഞ്ഞ റെൻറ്റിലാണ് അവളത് നോക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ റൂം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അയാൾ അറിയിക്കുന്നു. അതിന് കൂട്ടത്തിൽ ഷീവിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അതിനടുത്തായിട്ടുള്ള പുതിയ ബിൽഡിങ്ങുകളിലെ പല റൂമുകളും ഷീവിനെ അവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ കാണിച്ചിരുന്നു. പക്ഷെ അവനതൊന്നും ഇഷ്ടമായില്ല. അവളുടെ വീട് നിൽക്കുന്നതിനടുത്തായിട്ടുള്ള മറ്റൊരു വീടിൻ്റെ അടുത്ത് തന്നെ തനിക്ക് റൂം വേണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് അവിടെ താമസത്തിനായി എത്തിയത് എന്നൊക്കെ അയാൾ പറയുന്നത്. അയാളുമായി കൂടുതൽ സംസാരിച്ചപ്പോൾ ഷിയു ഈ തൊട്ടടുത്ത് റൂം വേണമെന്ന് പറഞ്ഞാൽ മറ്റേ റൂം നേരത്തെ ഇവർ രണ്ടുപേരും കൂടി ആ പ്രോജക്റ്റിൻ്റെ കാര്യത്തിന് വിവാഹ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്ത ലൈമാൻ കമ്പനിയുടെ ഓണർ ഷിയേലിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് ഊഷുവിന് മനസ്സിലാവുന്നു. ഷിയേലിൻ അത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ ആരും താമസമില്ല. അത് കളക്ഷന് വേണ്ടിയിട്ട് മാത്രം അയാൾ വാങ്ങിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അയാളൊരു കോടീശ്വരനാണ് എന്നും കൂടി ആ അസിസ്റ്റൻ്റ് അവളോട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷിയു തൻ്റെ സ്ഥലത്ത് വന്ന് താമസിക്കുന്നത് ചിലപ്പോൾ ഈ ഷിയേലിനുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് കഴിയാതെ അവൻ അവിടെ വിട്ട് പോകാൻ സാധ്യതയില്ല എന്ന് ഊഷു ചിന്തിക്കുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ ഒപ്പം റൂം ഷെയർ ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. എങ്ങനെ അവനെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കാൻ പറ്റും എന്നവൾ തലമുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷോയുവാൻ അവളെ വിളിച്ചിട്ട് കുറച്ച് മെറ്റീരിയൽസ് അവൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് അതൊന്ന് റിവൈസ് ചെയ്യണം. ലൈമാൻ്റെ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് അവർ 2 ദിവസം മുന്നോട്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്നൊക്കെ അറിയിക്കുന്നത്. അങ്ങനെ ഹുഷു അപ്പോൾ തന്നെ എന്തൊക്കെയോ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഷീവിൻ്റെ കൈക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിരിക്കുന്നത് കാരണം അവനിപ്പോൾ ഡിസൈനൊന്നും വരയ്ക്കാൻ പറ്റാത്ത കണ്ടീഷനാണല്ലോ. ലൈമാൻ ആണെങ്കിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ദിവസം നേരത്തെ ആക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു അസിസ്റ്റൻ്റ് ഡിസൈനറെ അവന് വേണ്ടി ഉടനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ഷോയുവാൻ അടുത്ത ദിവസം ഷീവിനെ വിളിച്ച് പറയുന്നുണ്ട്. അവൻ അത് ഓക്കെ പറയുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ഹോഷു തലേന്ന് രാത്രി റെഡിയാക്കിയ കുറേ ഡിസൈൻസ് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നത്. ഇങ്ങനെ നേരത്തെ ആക്കിയത് കൊണ്ട് തന്നെ കുറച്ച് വരച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാൻ പറഞ്ഞ് അവളത് അവനെ കാണിക്കുന്നു. അവളിങ്ങനെ ഡിസൈൻ റിവൈസ് ചെയ്യും എന്നൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സംശയത്തോടെയാണ് അവനത് വാങ്ങി നോക്കിയത്.
പക്ഷേ അവനത് അത്യാവശ്യം നല്ലതായി തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ഒരുവിധം ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ ഹുഷു തൻ്റെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ താമസമാക്കിയേ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ വർക്ക് ലോഡ് കൂടിയിരിക്കുന്നതിനാൽ ഒരേ വീട്ടിൽ തന്നെ ആയിരിക്കുന്നത് കൂടുതൽ സൗകര്യമായിരിക്കും. രാത്രിയോ പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എപ്പോൾ വേണമെങ്കിലും അവനെ സഹായിക്കാൻ പറ്റും. മാത്രമല്ല അവൻ്റെ വീട്ടുജോലികൾ ചെയ്യുന്നതിനും അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൻ്റെ വലത് കൈയായിട്ട് കൂടെ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവൾ എങ്ങനെയെങ്കിലും അവൻ്റെ ഒപ്പം താമസിക്കാൻ ഉള്ള പെർമിഷന് വേണ്ടി ഇങ്ങനെ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കഫേയിൽ പോയപ്പോൾ സിറ്റുവേഷൻ ഏകദേശം മനസ്സിലായിരുന്നതുകൊണ്ട് തന്നെ ഷിയു ഇപ്പോൾ അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വന്നോളാൻ സമ്മതിക്കുന്നുണ്ട്. അവൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഹുഷുവും വിചാരിച്ചിരുന്നതല്ല. അതുകൊണ്ട് അവൾ ആദ്യം ഒന്ന് അമ്പരക്കുന്നു. എന്നാലും അവൻ ഇത്ര ഈസിയായി സമ്മതിച്ചെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു അവധി ദിവസം ഗോങ് ഷിയുവിനെ കാണാനായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവൻ്റെ കൈക്ക് പരിക്ക് പറ്റിയ വിവരം ഷിയുവായിട്ട് അവനോട് പറഞ്ഞിരുന്നില്ലല്ലോ. അതിന് ഗോങ് പരാതി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഹുഷു തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ താമസത്തിന് വരികയാണ് എന്ന് ഷിയു അവനോട് പറയുന്നുണ്ട്. ഗോങ് ആദ്യം കരുതിയത് ഷിയു അവിടെ നിന്ന് റൂം ഒഴിയുകയാണെന്നാണ്. പിന്നീടാണ് അവർ ഷെയർ ചെയ്യുകയാണെന്ന് അറിയുന്നത്. അത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടുന്നു. കാരണം ഷിയുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹുഷുവിൻ്റെ കഴിവിനെ അവൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സാവുയുടെ കഫേയിൽ അടുത്തിടെയായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഷിയു അന്വേഷിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ആ വീഡിയോ റിലീസായതിനു ശേഷം കുറച്ച് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ മറ്റെന്തെങ്കിലും വിഷയമുള്ളതായിട്ട് അറിയില്ല എന്ന് ഗോങ് പറയുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് അന്വേഷിക്കാൻ ഷിയു അവനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്.